നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാലനീതി നിയമത്തെക്കുറിച്ചുള്ള കീ പോയിന്റ്സുകളാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പാസ്സാകുന്നത്. ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്ന കുട്ടികളെ ശിക്ഷിക്കുന്നതിനുള്ള നിയമവും ഒപ്പം സംരക്ഷിക്കുന്നതിനുള്ള നിയമവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വരുന്നത്. 2000 ആദ്യമായി ഇങ്ങനെ ഒരു നിയമം നിലവിൽ വന്നത്. അത് പാസ്സാകുന്നത് 2015. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസ്സായ വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസ്സായതിനു ശേഷം നിലവിൽ വരുന്നത് 2016. അപ്പൊ നമ്മൾ ആദ്യം ഒരു പോയിന്റ് കണ്ടായിരുന്നു, 2000 മുതലേ ഇതുണ്ട്. പക്ഷേ ഇത് പാസ്സാക്കുന്നത് 2015 2016 ഇത് നിയമമായിട്ട് നിലവിൽ വരികയും ചെയ്യുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒടുവിൽ ഭേദഗതി ചെയ്തത് 2021. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒരു കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ളവർ എന്നാണ് അർത്ഥം. അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെയുള്ളവർ. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, കുറ്റം ചെയ്തിട്ടുള്ളതോ കുറ്റാരോപിതനോ ആയ കുട്ടികൾ. രണ്ടാമത്തത്, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചതോ, തെരുവിൽ അലഞ്ഞു നടക്കുന്നതോ, ഭിക്ഷാടനം നടത്തുന്നതോ, ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ളവരോ, മനുഷ്യക്കടത്ത്, മയക്കുമരുന്ന് കടത്ത് എന്നിവയിൽ ഇരയായവരോ ആയിട്ടുള്ള കുട്ടികളെയാണ് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന ഗണത്തിൽ പെടുത്തുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ജില്ലാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന 2 സ്ഥാപനങ്ങളാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അതായത് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സ്ഥലം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് വെച്ചാൽ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ 3 അംഗങ്ങളാണ് ഉണ്ടാകുക. അധ്യക്ഷൻ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. കുറ്റം ചെയ്തിട്ടുള്ളതോ കുറ്റാരോപിതമായ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കണം. വിലങ്ങണിയാൻ പാടില്ല. ആദ്യപടിയായി പ്രായം നിർണയിക്കണം. ചോദ്യം ചെയ്യല് ശിശു സൗഹാർദ്ദപരമായിരിക്കണം. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ഉണ്ടായിരിക്കും. കുട്ടികളെ കുറിച്ചുള്ള സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഒരു പ്രൊബേഷൻ ഓഫീസറാണ്. സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് എന്നാൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട്, SBR എന്നാണ് അറിയപ്പെടുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ശ്രദ്ധയും സംരക്ഷണമുള്ള ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്തിനാണ്? ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയത്. അംഗങ്ങൾ ആരൊക്കെയാണ്? അധ്യക്ഷൻ ഉൾപ്പെടെ 5 പേരാണ്. അധ്യക്ഷന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരം ഉണ്ടായിരിക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ: 1, കുട്ടികളുടെ സംരക്ഷണം; 2, കുട്ടികളുടെ പുനരധിവാസം; 3, ധനസഹായം അല്ലെങ്കിൽ സ്കോളർഷിപ്പ്; 4, ദത്തെടുക്കൽ നടപടികൾ; 5, ഫോസ്റ്റർ കെയറിന് ഉത്തരവ് നൽകുക. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2021 ഭേദഗതിയിലൂടെ കുറ്റകൃത്യങ്ങളെ 3 തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് നിസ്സാര കുറ്റകൃത്യം. അതിന് ശിക്ഷ 3 വർഷം വരെയാണ്. ഗുരുതര കുറ്റകൃത്യം, അതിന് ശിക്ഷ കിട്ടുന്നത് 7 വർഷം വരെയാണ്. അതീവ ഗുരുതര കുറ്റകൃത്യം 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷയാണ് അതിന് ലഭിക്കുന്നത്. പുനരധിവാസ കേന്ദ്രങ്ങൾ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ
പുനരധിവാസത്തിന് വേണ്ടി വിടുന്ന സ്ഥലത്തെയാണ് പുനരധിവാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് ഹോം സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്നതാണ് ചിൽഡ്രൻസ് ഹോം. ഷെൽട്ടർ ഹോം എന്ന് വെച്ചാൽ സർക്കാരിന്റെ അംഗീകാരത്തോടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് ഹോം സർക്കാരിന്റെയാണ്, മറ്റേത് സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി ഷെൽട്ടർ ഹോം. പുനരധിവാസ കേന്ദ്രങ്ങൾ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികൾ, അതായത് കുറ്റം ചെയ്തിട്ടുള്ളതോ കുറ്റാരോപിതനോ ആയ കുട്ടികൾ. ഒബ്സർവേഷൻ ഹോം കുറ്റാരോപിതനായ കുട്ടിയെ പാർപ്പിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഹോം നിസാര കുറ്റകൃത്യം, ഗുരുതര കുറ്റകൃത്യം എന്നിവയിൽ ശിക്ഷിക്കപ്പെട്ട കുട്ടികളെ പാർപ്പിക്കാനുള്ള സ്ഥലമാണ് സ്പെഷ്യൽ ഹോം. പ്ലേസ് ഓഫ് സേഫ്റ്റി അതീവ ഗുരുതര കുറ്റകൃത്യം ചെയ്ത ശിക്ഷിക്കപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലമാണ് പ്ലേസ് ഓഫ് സേഫ്റ്റി. ഇന്ത്യയിൽ കുട്ടികളെ ദത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നോഡൽ ബോഡിയാണ് CARA, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി, CARA. ദത്തെടുക്കുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്? ദത്തെടുക്കുന്ന ദമ്പതികൾ കുറഞ്ഞത് 2 വർഷം ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുണ്ടാകണം. ഏകയായി ജീവിക്കുന്ന സ്ത്രീക്ക് ലിംഗവ്യത്യാസം കൂടാതെ ദത്തെടുക്കാം. ഏകയായി ജീവിക്കുന്ന പുരുഷന് ആൺകുട്ടിയെ മാത്രമേ ദത്തെടുക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. സ്ത്രീക്കാണെങ്കിലോ ആരെ വേണമെങ്കിലും ദത്തെടുക്കാം. ദത്തെടുക്കുന്ന വ്യക്തിയും കുട്ടിയും തമ്മിലുള്ള പ്രായ വ്യത്യാസം 25 വയസ്സിൽ കുറയരുതെന്നുള്ളതാണ്. ബന്ധുമിത്രാദികളാണ് കുട്ടികളെ ദത്തെടുക്കുന്നതെങ്കിൽ പ്രായവ്യത്യാസം അവിടെ ബാധകമല്ല. ദത്തെടുക്കുന്നതിനുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ജില്ലാ കളക്ടർ അഥവാ ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ഇന്ന് ഇതാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് അറിയേണ്ട കീ പോയിന്റ്സുകൾ. കൃത്യമായിട്ട് അത് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.